any language English perfect word. Translation. The European languages perfect. So this is something which you should have. It's really, in this opinion, and this is someone who might have seen. It extensive analysis of something. It is an it is not, there are a lot of things to be done in our life. Number emotion. You can actually use those same techniques right here and write a paper. The other thing work you. They will work. I don't know. You can try it. You are sentimental, ഇതൊക്കെ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ യൂറോപ്യൻ ലാംഗ്വേജസ് ഒരു നല്ലോണം വെൽ സെറ്റിൽഡ് സിമിലർലി so this kind of information extraction I am in the German like the president German that extract and make but English language we have a lot of things to do this. Generally, ഇത് നമ്മളിപ്പം ചാറ്റിപ്പിറ്റി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അവിടെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ അത് ജനറേറ്റ് ചെയ്യാം ആ ജനറേറ്റ് ചെയ്യുന്ന മലയാളം ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കും അത് ജനറേറ്റ് ചെയ്യും അണ്ടർലൈൻ ആയിട്ട് NLP challenges what I have already the mood issue. So ambiguity. Now look at this. The paragraph. We need to move on to the English. But the Indian are looked at. Christopher Crowley. He is alive and well. He booked it there. Now, see, coming to myself, he Christopher Crowley. So, he already did. Mr. Robin has wrote the book. He can know even the following our boy അങ്ങനെയാണ് വിളിച്ചത് മിസ്റ്റർ റോബിൻ ഇത് മനസ്സിലാവും നമുക്ക് നൽകിയിട്ടുണ്ട് ഇവരുടെ ഒരാളാണ് ഇതേ അയാൾ തന്നെയാണ് എഴുതിയത് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കമ്പ്യൂട്ടർ അറിയിക്കും അങ്ങനത്തെ
മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നതായിരിക്കും. ഇങ്ങനെ ഇഷ്യൂസ് ഇത് മനസ്സിലാക്കാം. ഞാൻ ഇതെന്താ കുഴപ്പം? ഇതെന്താ കുഴപ്പം? അത് പാസ് ഇല്ലായിരുന്നു, പാസ് പഠിച്ചിട്ടില്ല, താഴെ പാസ് ഇല്ലായിരുന്നുണ്ടോ? വ്യത്യാസം രണ്ട് തരത്തിൽ പാസ് ചെയ്യും. രണ്ട് മീനിങ് ആയിരുന്നു. ഒന്നാമത്തെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് കോപ്പ് പുരുഷാരൻ തോന്നി, മറ്റേതോ കത്തി കൈ പിടിച്ചിട്ട് നിർത്തിയില്ല. രണ്ട് മീനിങ് അല്ലേ? സെയിം സാധനം രണ്ട് മീനിങ്. ഇങ്ങനത്തെ ഇഷ്ടംപോലും നമ്മുടെ ലാംഗ്വേജില് ലാംഗ്വേജ് applying include your children when making room. So you know, പിള്ളേരെ അല്ലെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യണം. Examples. The teacher's right side is for അടികൊടുക്കുന്ന പിന്നെ സംതിങ് ഇനി അതുപോലെ ഇത് very dynamic. You won't find this in any period within 10 years. 3 years back you will have to study. Now it's very common. You were using, so it comes into print, it comes into many other things that you need to understand. So this is very dynamic. Indian senior is for a composition question. The portion went for Chinese composition. Language is key. Bible so many others, newswire, news collection. It's always growing. Content of growing. Other videos are handling. Now that was now I'm going to basic terminal. ഈ ടെർമിനോളജി അറിയാമെങ്കിൽ എനിക്ക് ചെയ്യുമ്പോൾ ഈ ഓരോ മോർഫോളജി എന്നുള്ള സംഗതി ഇത് ഇറ്റ്സ് സെപ്പറേറ്റ് ആണ്. ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇത് മാത്രം ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം വരുന്നുണ്ടോ നമ്മളെ വരുന്നുണ്ടോ ഇല്ല. മോർഫോളജി എന്നത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ഏറ്റവും ബേസിക് എക്സാമ്പിൾ ഒരു മോർഫീമില് അൺഹാപ്പിനെസ് പറഞ്ഞ സാധനമുണ്ടോ? അൺഹാപ്പിനെസ് ഇതിന് പല ഒരു പ്രിഫിക്സ് ഉണ്ട്, ഒരു റൂട്ട് ഉണ്ട്, സഫിക്സ്. അപ്പൊ ശരിക്കും ഇതിന്റെ ആ ബേസിക് ഇൻഫർമേഷൻ ഏതാണ്ട് അവിടെ
ഹാപ്പി ആ റൂട്ടിലാണ് അല്ലേ? ബാക്കിയൊക്കെ അത് പിന്നെ നൽകിയിരിക്കും. ഇങ്ങനെ വാക്കുകൾ അല്ലെങ്കിൽ ഈ സെന്റൻസുകൾ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ മോർഫോളജിക്കലാണ് ഡിവൈഡ് ചെയ്യും. ഒരു മോർഫിങ്ങില് സാധാരണ ഒരു റൂട്ട് ഉണ്ടാവും, കോർമീനിങ് ഉണ്ടാവും, അതിനോട് ചേർത്ത് കാണുന്ന മോർഫോളജി ഉണ്ടാവും. അപ്പൊ അത് ഇംഗ്ലീഷിലെ മോർഫോളജി വെറും സ്റ്റഡിയില്ല, ഓരോ വാക്കും എടുത്ത് ആൾക്കാർ പഠിച്ചു. അത് നമുക്ക് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോയാൽ മലയാളം ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അവര് ചെയ്യുന്ന ഇതാണ്, ഈ സാധനങ്ങൾ എവിടെ നിന്നാണ് വന്നത്, ഇതിന്റെ റൂട്ട് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പോർച്ചുഗീസ് ഒറിജിനിൽ വന്നത്. അത് ഓരോ വാക്ക് ഒറിജിൻസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ട്രാൻസ്ലേഷൻ പോലുള്ള ടാസ്കുകൾ. ഈ മോർഫോളജി കറക്റ്റാണ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ട്രാൻസ്ലേഷൻ മാത്രമല്ല പല സാധനങ്ങൾ ആ ഐഡിയ എന്താണെന്ന് മനസ്സിലായാലും എങ്ങനെയാണ് വന്നത്, അതിനപ്പുറത്ത് മോർഫിങ്സ് ഉണ്ടാകുന്ന മോർഫോ. പിന്നെ ഇതിനകത്ത് ഇനി ഈ ഫീൽഡിൽ അത് റിസൾട്ട് ഈ പേപ്പർ ടെക്നിക്ക് എടുക്കും. മോർഫിം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ, കണ്ടുപിടിക്കുന്നതിനെ, പ്രിഫിക്സ് കണ്ടുപിടിക്കുന്നതിനെ, ഇത് ഓരോ ലാംഗ്വേജിലും നമ്മുടെ ഇവിടെ നമ്മുടെ പ്രിഫിക്സ് അല്ല ഇംഗ്ലീഷിലും. അപ്പൊ നമ്മുടെ പ്രിഫിക്സ് അല്ലെങ്കിൽ അൺഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത് മലയാളത്തിൽ ഇല്ലായ്മ അല്ലേ? അപ്പൊ അത് ഭയങ്കര കുഴപ്പമാണ്. നമ്മൾ സഫിക്സ് ചെയ്ത എവിടെ പ്രോബ്ലം comes up. Okay. So let us look at a little bit more. ഇതിന്റെ മോർഫോളജിയിലെ കഥയാണ് ബൗൺസ് ഉണ്ടാകാം, റൂട്ട് മോർഫിംസ് ഉണ്ടാകാം, പ്രിഫിക്സ് മോർഫിംസ് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറയാം, സഫിക്സ് മോർഫിംസ് ഉണ്ടാകാം. ഈ മോർഫിമുകൾ റൂട്ടാണ്, സഫിക്സുകളാണ്, പ്രിഫിക്സുകളാണ്. സോ നമുക്ക് മനസ്സിലായില്ലേ എന്താണ്? Now if you think of it your own language, നിങ്ങളുടെ ഭാഷയിൽ ഇതെല്ലാം എങ്ങനെയാണെന്ന് ആലോചിക്കും. ലെക്സിക്കോഗ്രാഫി. ലെക്സിക്കോഗ്രാഫി essentially means ഡിക്ഷണറി ബിൽഡിംഗ്. ഡിക്ഷണറി ഉണ്ടാക്കുന്ന വലിയ ഡിക്ഷണറികൾ ലെക്സിക്കോഗ്രാഫർ എന്നാണ് ഡിക്ഷണറി എഴുതുന്നത്. അപ്പൊ ഇത് വലിയ ഒരു പ്രശ്നമാണ്. ലെക്സിക്കോഗ്രാഫിക്കകത്ത് ഈ വാക്ക് അതിനുണ്ടാക്കിയ വാക്കിന് തിരിച്ച് മീനിങ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡിക്ഷണറികളുണ്ട്. അപ്പോ നമുക്ക് ഓരോ വാക്കും ഡെഫിനിഷൻ ഉണ്ട്, ചില ഫ്രേസുകളുണ്ട്. ഇനി ഇത് എവിടെയാണ് യൂസ് ചെയ്ത്, കണ്ടക്സ്റ്റ്, ഇതിന് എവിടുന്നാണ് വന്നത്, എറ്റിമോളജി വേണം, അതിന്റെ ഹിസ്റ്ററി, എവിടുന്നാണ് ഈ വാക്കുകൾ വന്നത്, ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നതാണ് ലെക്സിക്കോഗ്രാഫി. So for example, ലെക്സിക്കോഗ്രാഫറുടെ പണിയാണ് ഗിറ്റാറാണ് ബാസ് അല്ലേ? ഗിറ്റാറിന്റെ പ്രോപ്പർട്ടി അതേസമയം ഫിഷാണ്. So one is an adjective, the other one is a noun. About our meanings, let's see your dictionary. So you see, idella ee oro idella manasilagiilla. I'm just giving already a total overview. നമ്മൾ ആദ്യം വാക്കുകളുണ്ടാക്കി, വാക്കുകൾ മീനിങ് എഴുതി. നമുക്ക് സിന്റാക്സ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ മറ്റേ സി പ്രോഗ്രാമിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കും. സിന്റാക്സ് എന്താ എങ്ങനെയാണ് ഒരു ചേർത്ത് വെച്ചിട്ട്
ലാംഗ്വേജ് ഡിപെൻഡന്റ് ഡിപെൻഡന്റ്. അപ്പൊ അതിനകത്ത് ഓരോരോ റൂൾസ് ഉണ്ടാവും. എങ്ങനെയാണ് വാക്കുകൾ കമ്പൈൻ ചെയ്ത് എങ്ങനെ പുറകെ മുന്നേ കമ്പൈൻ ചെയ്യണം. നമുക്ക് പലപ്പോഴും ഈ നമ്മള് സുന്ദരിയായ യുവതി പറയും ഇംഗ്ലീഷ് ചില തിരിച്ച യുവതി സുന്ദരിയായ ഫ്രഞ്ച് പോലെ തിരിച്ച ഇവിടെ ഈ അഡ്ജക്റ്റീവ് അതിന് ശേഷം അത് ലാംഗ്വേജ് ഡിപ്പെൻഡന്റ് ആണ്. നമ്മള് മൊത്തത്തില് ഈ സംഗതികൾ കണ്ടുപിടിക്കും എങ്ങനെയാണ് ഫ്രൈസ് ഫിറ്റ് ചെയ്യുന്നത്. നമ്മള് ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ ഇയാൾക്ക് മാത്രമേ മുട്ടത്തലയുള്ളൂ എന്ന് ചോദിക്കും. മാത്രമേ മുട്ടത്തലയുള്ളൂ ഇംഗ്ലീഷിലാണെങ്കിലും മാത്രം എന്നാണ് ഉള്ളിൽ അത് വ്യത്യാസം ഒരു ഇത് എങ്ങനെയാണ് ഒബ്ജക്ട് വെർബ് ഒബ്ജക്ട് ഈ സാധനം ഇംഗ്ലീഷ് വരുന്ന പോലെ ആയിരിക്കില്ല വേറെ ലാംഗ്വേജ്. ഇത് സ്റ്റഡി ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ഇത് രണ്ട് മീനിങ് ഉണ്ടോ? റഷ്യയിൽ എഴുതിയാൽ ഇങ്ങനെ എഴുതിയാൽ ഒരു മീനിങ് റഷ്യൻ ഇങ്ങനെ ഇഷ്യൂസ് സിന്താറ്റിക് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞ മോർഫോളജി കണ്ടു, ലെക്സിയോഗ്രാഫി, സിന്റാക്സ്, സെമാന്റിക്. ഇത് നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ എവിടെയെങ്കിലും ഉണ്ടല്ലോ ഇത് സെമാന്റിക് റെപ്രസെന്റേഷൻ, മീനിങ്സ് എക്സ്ട്രാക്ട് എവിടെയാണ് പഠിച്ചത്? കമ്പൈലർ കൺസ്ട്രക്ഷനിൽ ഇത് പഠിച്ചിട്ടുണ്ട്. കമ്പൈലർ കൺസ്ട്രക്ഷൻ നേരിട്ട് കളഞ്ഞില്ലേ? കൺസ്ട്രക്ഷനിൽ നമ്മൾ പറയും മീനിങ് എന്താണ് ഇതിന്റെ മീനിങ് എന്ന് നമ്മൾ ബേസ് വളരെ അതേ സെമാന്റിക് മീനിങ്ങിനെ നോക്കിയോ എങ്ങനെയാണ് ഒരു ഇന്റർപ്രറ്റ് ചെയ്യും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാറ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ the man will be close to tomorrow എന്ന് പറഞ്ഞാൽ അത് മീനിങ്സ് പറയാതെ നമുക്ക് കുറെ ചെയ്യുന്നു. ബാങ്ക് ക്ലോസ് എന്ന് പറഞ്ഞാൽ of not over for business. Maybe the implication that financial transactions will be close to tomorrow. Bank will close to tomorrow. Shut it down. There is no transaction. Semantic കമ്പ്യൂട്ടർ മനസ്സിലാക്കി അതാണ് പ്രോബ്ലം. ഇത് കണ്ടു കഴിഞ്ഞാൽ നാളെ ഇല്ലാതെ ഇത് പറയും. പലപ്പോഴും ഇത് നോക്കി ഈ രണ്ട് സെന്റൻസുകളും സോ സ്മോൾ, മോണിറ്റർ ഈസ് സോ സ്മോൾ. അപ്പൊ ഒരെണ്ണം പോസിറ്റീവ് ആണ് ഇല്ലേ? ഇപ്പോൾ ചെറിയൊരു സ്ഥാനം അത് കുഞ്ഞാകുമ്പോൾ നമുക്ക് നല്ലതാണ്. ആ സ്മോൾ എന്നുള്ള meaning same sound. So this kind of semantic discourse discourse context mode language is a social construct. For example, conversation text idella individual sentence view. So sentence എഴുതുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹിന്ദി ഇവിടെ നമ്മൾ 10-12 ക്ലാസ് വരെ ഹിന്ദി പഠിച്ച ആൾക്കാരില്ലേ? ഒരു ബംഗാളി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആളുകൾ വന്നിട്ട് വഴി ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത
നമുക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ആ കണ്ടക്സ്റ്റ് ആ സാധനം സെന്റൻസ് നമുക്ക് ഉണ്ടാക്കുന്നത് तुम्हारा नाम क्या है പക്ഷേ അങ്ങനെയല്ല, അത് ഡിസ്കോഴ്സ് ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാണ്. How was your weekend? So that was great, thanks. ഇത് ഇംപ്ലോയിഡ് ആയി രണ്ട് സെക്കൻഡ്. ഈ ആ ഡിസ്കോഴ്സ് എലമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ അവിടെ പറഞ്ഞ പിടിയില്ലാത്തത്. ഈ ആസ്പെക്ട് മനസ്സിലാക്കുക. എനിക്കിത് മറ്റേ എന്തൊരു കൃത്യമായ ഒരു ഡിസ്കോഴ്സ് എന്താണെന്ന് പറയണമെങ്കിൽ ഈ എക്സാമ്പിൾ വെച്ച് പറയാം. നമുക്ക് പിന്നെ കുറെ സാധനം പവർ ഡൈനാമിക്സ് ഈക്വൽസ് ആണ് ഈ ഡിസ്കോഴ്സ് എടുത്താൽ. ഇനി ഇത് കൾച്ചറൽ നമ്മൾ അത്യാവശ്യം ഡിസ്കോഴ്സ് വേണം പറയാം. ഇത് ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിലുള്ള ഡിസ്കോഴ്സ്. നിങ്ങൾ ആ ഈക്വൽസ് ഒന്ന് നോക്കിയത് ആദ്യം നമ്മൾ വേർഡുകളിൽ തുടങ്ങി, മോർഫോളജിയിൽ തുടങ്ങി, വേർഡുകൾ ഉണ്ടാക്കി, വേർഡുകൾ മീനിങ്സ് അസൈൻ ചെയ്തു, മീനിങ്ങുകളെ നമ്മൾ സിന്റാക്സ് വെച്ചിട്ട് സെന്റൻസുകളാക്കി, അതിൽ നിന്ന് സെമാൻറ്റിക് ഉണ്ടാക്കി, അത് സെന്റൻസ് മീനിങ് ഉണ്ടാക്കി. ഇനി ആദ്യം കൊണ്ടുവന്ന ഡിസ്കോഴ്സ് ഒരു കൾച്ചറൽ കണ്ടക്സ്റ്റിൽ ഒരു റിയൽ സംഗതി. അപ്പോൾ ഈ ഡിസ്കോഴ്സ് സാധനങ്ങളെ നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ അത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഡിസ്കോഴ്സിന്റെ. അങ്ങനെ എക്സാമ്പിൾ he welcomed him and showed him around. Who is he? Who is he? നമുക്ക് മനസ്സിലാവില്ലേ? മനസ്സിലായില്ലേ? ഈ ബുഷാണ് അതെങ്കിലും തിരിച്ചറിയും. അത് ഡിസ്കോഴ്സിന്റെ രീതിയിൽ നമുക്ക് ടിപ്പിക്കലി ടെർമിനോളജി സെമാൻറ്റിക് സിന്റാക്സ് സെമാൻറ്റിക് ഡിസ്കോഴ്സ് ഇത്ര കാര്യം ല്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ 5 ദിവസം കൊണ്ട് ചെയ്യാൻ പോകും തുടക്കമായിട്ട് ചെയ്യാൻ പോകും ലാംഗ്വേജിനെ പ്രോസസ് കമ്പ്യൂട്ടറിന്റെ എക്സ്പാർട്ട് സ്റ്റോറികൾ ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് എസെൻഷ്യലി സ്പീച്ചാണ് സംസാരത്തില്ല. സ്പീച്ച് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിനെ നമ്മൾ പല രീതിയിൽ പല തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ്, പല തരത്തിലുള്ള എക്സ്ട്രാക്ട് ഇത് ഈ പറഞ്ഞ എല്ലാ കഥയും പറഞ്ഞു. ഡിസ്കോഴ്സിന്റെ മോർഫിംഗ് മനസ്സിലാക്കണം, സെമാൻറ്റിക് വേണം. ഫൈനലി ഷുഡ് ബി സമയം അത് ആദ്യം നിന്നായിരിക്കും പിന്നെ നമ്മൾ ഇന്ററാക്ഷൻസ് നടത്തും, കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ഷൻസ് നടത്തും. അപ്പൊ അത് these things one way. Segment. So I will explain one way. What to speak that. NLP പ്രധാനപ്പെട്ട പണികളാണ് ഈ കാണുന്നത്. സ്പീച്ച് കണ്ടുപിടിക്കണം, നെയിംഡ് ഐഡന്റിറ്റി ഉണ്ടാക്കണം, ഇവന്റ് കൺസെപ്റ്റുകൾ എടുത്തിട്ട് വേർഡ്സിൽ തിരിച്ചാൽ നേരത്തെ നമ്മൾ കണ്ടല്ലേ, വേർഡ്സിന് കുഴപ്പങ്ങൾ കണ്ടില്ലേ, ഒരേ കാര്യത്തിന് കളത്തിൽ വന്നു. ഇനി
സിന്റാക്റ്റിക് പാസ് ചെയ്യണം, സെമാൻറ്റിക് ഉണ്ടാക്കണം, 4 റെപ്രസെന്റേറ്റീവ് കം ടു custom relations, ഇവന്റുകൾ മേജർ തിങ്സ് ദാറ്റ് യു ഡു. ഓരോന്നും ലാംഗ്വേജിൽ നിന്ന് ചെയ്യാൻ പല അനുഭവത്തിൽ പലതരത്തിലുള്ള ടെക്നിക്കുകൾ ആൾക്കാർ ഉപയോഗിക്കും. So our focus will be on these things. നമ്മൾ അങ്ങോട്ടുള്ള വർക്ക്ഷോപ്പ് ആൻഡ് ക്ലാസ്സിൽ ഓക്കെ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ ടോക്കിംഗ് അബൌട്ട് ദിസ് കാര്യം ആദ്യത്തെ പണിയുന്നത് സ്പീച്ച് റെക്കഗ്നീഷൻ. അപ്പൊ ഇത് ദിസ് ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് സ്പീച്ച് എടുത്ത് അപ്പൊ അത് സ്പീച്ച് ക്യാപ്ചർ ചെയ്ത് അത് സിഗ്നൽ പ്രോസസിങ് സിഗ്നൽ പ്രോസസിങ് നടത്തി അതിൽ നിന്ന് ടെക്സ്റ്റ് ആക്കുന്ന പരിപാടി. We start with given text. Given text. Text. അതിന്റെ പുറത്ത് ഈ തലകളിൽ പറയുന്നത് എങ്ങനെയാണ് പ്രയോഗിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ട പരിപാടി സെഗ്മെന്റേഷൻ. നമുക്ക് വലിയ സെന്റൻസ് കിട്ടും, അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മുറിച്ചെടുക്കും അല്ലേ. പലരും ഒരു സെന്റൻസ് ആയിരിക്കും, എന്ത് ചെയ്യണം, ആ വാക്കുകൾ മുറിച്ചെടുക്കും. അതാണ് അതിന്റെ അങ്ങനെ സെഗ്മെന്റ് എടുക്കും. Sentence, the water and the vehicle cleared the flies from the gate. That's the sentence. Now, in the sentence, each piece has segmentation. That's why we can't know over where it is actually. This over where in the over where in over walking, not so speed. Who got it? Now, adjective, adverb. This is the typical list of things. Adjective. അത് പ്രകാരം നമുക്ക് ഇതിനെ പാർട്സ് ഓഫ് സ്പീച്ച് അത് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ചില സാധനങ്ങൾ ചിലപ്പോൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും, ചിലത് നൗണായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ റണ്ണിങ് ഹോഴ്സ് എന്നൊരു സാധനം പറ്റി അതിന്റെ റണ്ണിങ് എന്തുകൊണ്ട് അല്ലേ, റണ്ണിങ് മേക്സ് വൺ ഹെൽത്തിയർ എന്നാക്കിയാലോ, അതിൽ റണ്ണിങ് എന്തുണ്ട് അല്ലെ, റണ്ണിങ് മേക്സ് വൺ ഹെൽത്തിയർ. ഓട്ടം എന്നല്ലേ ഒരാള് ആരോഗ്യമാണ്. അപ്പൊ അങ്ങനെ അതിന് സ്പീച്ച് ടാഗ് ചെയ്തിട്ട് ലൈബ്രറികൾ അൽഗോരിതം ഇഷ്ടംപോലെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ലോട്ട് ഓഫ് തിങ്സ് യു നീഡ് നോട്ട് വറി about how do you done. You have old libraries, Python libraries നേരെ കൊടുത്താൽ. പക്ഷെ നമ്മുടെ ഭാഷയിൽ ഈ പാർട്ട് ഓഫ് സ്പീച്ച് അല്ല ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ നമുക്ക് സംശയം ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ സാധനങ്ങൾ എടുത്തിട്ട് മലയാളത്തിലെ പാർട്സ് ഓഫ് സ്പീച്ച് ടാഗ് ചെയ്യാം. മറ്റൊരു എല്ലാം ഉണ്ട്, അതെടുത്തിട്ട് മോഡിഫൈ ചെയ്ത് ഇവിടെ വരുമോ നോക്കിയാൽ മതി. So hope you understood what is parts of speech tagging. Now, okay. These are the syntactic parsing. This is not a part of parsing. Syntax analysis നടത്തില്ലേ, കമ്പയറേറ്റീവ് ട്രെയിനിങ്. അതേപോലെ കോൺസ്റ്റന്റ് പാർസ് ആയിട്ട് ഓരോന്നും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്. Probably this you will be, you should be familiar. കമ്പയറേറ്റീവ് ട്രെയിനിങ് അങ്ങനെ സാധനമില്ലേ, ഓരോന്നും പല പീസായിട്ട് തിരിക്കില്ലേ, ഡെലിമിറ്റർ പിന്നെ വേരിയബിൾ അങ്ങനെ തിരിച്ചാക്കൂലേ. അല്ലെങ്കിൽ
ലെക്സീസ് ടോക്കൺസ് ആയിട്ട് തിരിക്കില്ല. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഈ നൊട്ടേഷൻ ഇവിടെ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ് ഈ കാണിച്ചത്. സെന്റൻസ് എസ് എന്ന് കാണിക്കും, നൗൺ ഫ്രേസിന് നൗൺ കാണിക്കും, വെർബ് ഫ്രേസ്, പ്രൊപ്പോസിഷൻ ഫ്രേസ്, പലതരത്തിലുള്ള ദാ പോലുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാക്കുന്നത് ഒരു സെന്റൻസ് ആണ്. അതില് നൗൺ ഫ്രേസ് ആണ്, അതില് വെർബാണ്, പ്രൊപ്പോസിഷൻ ഫ്രേസ് ആണ്. ഇങ്ങനെ തിരിച്ചു. അപ്പൊ ഇവിടെ ചെറിയ കുഴപ്പമുണ്ട്. ഇത് പല രീതിയിൽ തിരിക്കുക. നേരത്തെ നമ്മൾ പഠനത്തിൽ കണ്ടില്ലായിരുന്നു, സത്യമുള്ളൊരു രണ്ട് രീതി ചെയ്തിട്ടില്ല. അപ്പൊ അത് അവിടെ ഭയങ്കര ആത്മീയതയില്ല. ഇതല്ല, കുറച്ച് റിസർച്ച് ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പലതും. ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഡൺ ആണ്. പക്ഷെ നമുക്ക് ഇതേ പ്രശ്നമുണ്ട്. ഇങ്ങനെ സിന്റാക്സ് ട്രീ ഉണ്ടാക്കാം. സിന്റാക്സ് ട്രീ എന്നാണ് ഒരു സെന്റൻസ് ഉണ്ട്. ഈ സെന്റൻസിന് നൗൺ ഫ്രേസ് ഉണ്ട്, ഇതിന് അതിന് സബ് ഫ്രേസ് ആകാം. അതിനെ പലതരത്തിൽ ചെയ്തിട്ട് സിന്റാക്സ് ട്രീ. ഇത് നമ്മുടെ കമ്പനികൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചു വിടുന്ന ഒരു തിരിച്ചങ്ങോട്ട് അല്ലേ. അത് സിമിലർ സാധനം തന്നെയാണ്. ഇനി ഇതിന് പാസ്റ്റ് പല രീതിയിലുണ്ടാകും. ഇഷ്യൂസ് ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ മീനിങ്സ് വരാം. അപ്പൊ ആംബിഗ്യൂറ്റി റെസൊല്യൂഷനാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പാസിംഗ് ഒരു ഐഡിയ. കോൺസ്റ്റിറ്റ്യുവൻസി പാസിംഗ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ചിലപ്പോൾ റിലേറ്റഡ് പാസിംഗ് വരുമ്പോൾ തമ്മില് ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അതെങ്ങനെ പ്രോബ്ലം ഫീൽ ചെയ്യുക. ഗ്രൂപ്പ് തമ്മില് ഇനി അതുപോലെ ഡിപ്പെൻഡൻസീസ് ഉണ്ടോ, ഇതിനകത്ത് ഹെഡ് വേർഡ് എന്താണ്, ഇതെല്ലാം ഈ നമ്മുടെ ചെയ്ത് മനസ്സിലാവും ഡിപ്പെൻഡൻസി. ഇതിന് നമ്മള് semantic analysis. Basically, what you do is you take a sentence, you parse it in different ways. Meanings in very part, dependence in the market. അതുപോലെ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് വേർഡുകൾ വേണോ അതിനനുസരിച്ച് പാസ് ചെയ്ത് പല രീതിയിൽ സെന്റൻസ് പാസ് ചെയ്ത് ഈ അത് കഴിഞ്ഞ് ആണ് നമുക്ക് സെമാൻറ്റിക് അല്ലെങ്കിൽ മീനിങ് കണ്ടുപിടിക്കാം. പാസ് ചെയ്ത് വെച്ചിട്ടാണ് മീൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള മീനിങ്ങുകൾ നമുക്ക് എൻറ്റിറ്റികൾ, സ്ഥലം അല്ലെങ്കിൽ ആളുകൾ, അങ്ങനത്തെ റെഫറൻസുകൾ കൊണ്ടുവന്നത് കണ്ടു. എൻറ്റിറ്റി റെഫറൻസസ് എന്നാണ്. അപ്പൊ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യും. ഒരു സെന്റൻസിൽ ഏതെങ്കിലും എൻറ്റിറ്റി, ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയാണ്. അപ്പൊ അത് ക്രൈസ്റ്റ് കോളേജ് എൻറ്റിറ്റി അല്ലെ. ഇരിങ്ങാലക്കുട വേറൊരു സ്ഥലം, ഒരു പ്ലേസ് ആണ്, രണ്ട് എൻറ്റിറ്റീസ് ആണ്. അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കണ്ടാൽ ഇത് തമ്മിൽ റിലേഷൻഷിപ്സ് ഉണ്ട്. എൻറ്റിറ്റികൾ തമ്മിൽ രണ്ടാമത്തെ സെന്റൻസ് ജോൺ ലവ്സ് മേരി ജോൺ എൻറ്റിറ്റിയാണ്, മറ്റൊരു വേറെ എൻറ്റിറ്റി തമ്മിൽ റിലേഷൻഷിപ്പാണ് ആ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് വരുന്നതാണ്. ഇനി ഇവന്റുകളാണോ അല്ലെങ്കിൽ കോർ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോണോൺ അതിന്റെ കറസ്പോണ്ടിങ് ആന്റിസിഡൻസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഹിം, നമ്മുടെ ഒബാമയുടെയും ബുഷിന്റെ ഒരു കഥ ഞാൻ എഴുതി, ഹിം കോർ റെഫറൻസ്. അപ്പൊ അതിന്റെ ബാക്കി ഏതാണ് ഒബാമ, ഏതാണ് ബുഷ് എന്ന് കണ്ടത് കോർ റെഫറൻസ്. ഇനി അതുപോലെ റോൾ എന്താണ്, പലപ്പോഴും ഈ കർത്താവ് മറ്റേ
സബ്ജക്റ്റ് ഓബ്ജക്റ്റ് അങ്ങനത്തെ സാധനങ്ങളിൽ അത് കണ്ടെത്താം. ഇനി ഇതുപോലെ മോഡിഫയർ ഷോ ദ മാപ്പ്. ഇനി മറ്റൊരു മോഡിഫയർ വിത്ത് ബൈനോക്കുലേഷൻ, ഒരു മോഡിഫയർ ആ മീനിങ് കണ്ടെത്താം. ഈസി നമ്മൾ ഇവിടെ എഴുതി കാണിക്കുന്നത് എളുപ്പമാണ്. ഇതല്ല കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള അൽഗോരിതമിക്കലി സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ലാംഗ്വേജ് നിങ്ങളുടെ ഇംഗ്ലീഷിനുള്ള റൂൾ ആയിരിക്കില്ല മലയാളം. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് ഈ ഈ റോഡുകൾ നമ്മൾ ലേബിൾ ഈ ബാക്ടീരിയ പറയുന്നത് റോഡ്. ഇത് ഒരു ആക്ഷനാണ്, ഇത് സോഴ്സ് ആണ്, ഇത് പർപ്പസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റുഡന്റ് ആണ്, ഇയാളാണ് സ്റ്റഡി. ഈ റിലേഷൻഷിപ്സ് ഈ സ്റ്റഡി എന്നുള്ള സ്ഥലത്ത് ഈ സ്റ്റഡി തന്നെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് സ്റ്റഡി. ഇനി ഇത് ഈ സ്റ്റഡി തന്നെയാണ് സബ്ജക്ട്. ഈ ഒരു സെന്റൻസ് അതിനകത്ത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്, സെമാന്റിക് റിലേഷൻഷിപ്സ്. ഇതൊന്നും എളുപ്പമല്ല. ഈ പണികളെല്ലാം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാനായിട്ട് ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഇത് ഓവർ പാസ്റ്റ് 50 years people have developed lot of algorithms. ഇതൊക്കെ ചെയ്യാനുള്ള അൽഗോരിതംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പല സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് ഓരോന്നോരോന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് സെമാന്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് വലിയ ചാപ്റ്ററാണ്. ഈ സംഗതിയിൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു ഒരു ഷോ some of the things later on. Or I'm going to take up some of that so that you can start with. No. ഇതൊന്നും നേരത്തെ ചോദിച്ചു വരുന്നില്ല. ഇതൊരാളാണോ ഈ അനാലിസിസ് നടത്തുന്ന നമ്മൾ കാണുന്നത്? കോറഫറൻസ് റെസൊല്യൂഷൻ എന്താണെന്ന് അല്ലേ? പോയി ഇതെല്ലാം കോറഫറൻസ് അത്രയും സാധനം ഒരെണ്ണത്തിനാണ്. അതേപോലെ ഹിസ് ഫാദർ എന്നുള്ളത് റിലേഷൻ ഇത് അതിനെ റെഫർ ചെയ്യും. സോ ദിസ് ഈസ് ദി എൻ്റയർ പൈപ്പ്. നമ്മള് ഞാനിത്രയും ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക് ആയിട്ട് ലാംഗ്വേജിനെ ക്യാപ്ചർ ചെയ്ത് കമ്പ്യൂട്ടറിനെ ഹ്യൂമൻസ് മനസ്സിലാക്കുന്നത്, ഹ്യൂമൻ ഇന്റലിജൻസ് മനസ്സിലാക്കുന്നത് ആ വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും ലിംഗ്വിസ്റ്റിക്സ്. ലാംഗ്വേജ് ആ ലിംഗ്വിസ്റ്റിക്സ് ആണ് ആദ്യം കണ്ട സാധനങ്ങൾ. ലെക്സിക്കോഗ്രാഫി, ഡിസ്കോഴ്സ് വരെയുള്ള സാധനങ്ങളില്ലേ, അത് എല്ലാം മെയിൻലി ലിംഗ്വിസ്റ്റുകളുടെ ഡൊമൈനാണ്. ഭാഷാശാസ്ത്രം പഠിക്കുന്ന ആൾക്കാരുടെ ഡൊമൈനാണ്. ഓരോ ഭാഷയിലെയും ലിംഗ്വിസ്റ്റിക്സ് ഓരോ സാധനങ്ങൾ അത് ആദ്യം കഴിഞ്ഞുള്ള സാധനം നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുകാരെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടെക്നിക്കിനെ ആദ്യം തിരിക്കണം, പാസ് ചെയ്യണം, നെയിം എൻറ്റിറ്റികൾ കണ്ടുപിടിക്കണം, നമ്മൾ അതിനകത്ത് അനാലിസിസ് നടത്തണം, പാസ് നടത്തി അനാലിസിസ് നടത്തി ഇതിനകത്ത് ഇവന്റുകൾ കണ്ടുപിടിക്കണം, ഡിസ്ക്രിപ്ഷൻ കണ്ടുപിടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെഫറൻസുകൾ കണ്ടുപിടിക്കണം. ഇതെല്ലാം കമ്പ്യൂട്ടർ അൽഗോരിതംസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ട് ഉള്ള ഇതില് നമ്മൾ ഇതിന്റെ ചില ഭാഗം നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റ് തിരിക്കുന്നത്, നെയിം എങ്ങനെയാണ്, POS എങ്ങനെയാണ് നടത്തുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്നു. Probably will hands on with them.
ഇനി അങ്ങോട്ട് എല്ലാം ചെയ്യാനുള്ള സബ്സിഡി. നമുക്ക് വേണ്ടത് ഒരു പ്ലാറ്റ്ഫോം ഇത്തരം സാധനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. പൈത്തണാണ് ഈ എനർജിക്കാർ ഉപയോഗിക്കുന്നത്. ഇഷ്ടംപോലെ ലൈബ്രറിയുണ്ട്. ആദ്യകാലത്തേക്ക് ആൾക്കാർ ജാവ ഷിഫ്റ്റ് പൈത്തൺ. നിങ്ങൾ പൈത്തൺ തന്നെ ഉപയോഗിക്കും. ജാവ പൈത്തൺ ആദ്യകാലത്തെ കുറിച്ചാക്കി ജാവ വൈസ് കുറേ സാധനം അല്ലേ. ജാവ വൈസ് അപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണ്ട പൈത്തൺ. എനിക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് പൈത്തൺ ഉപയോഗിക്കും അല്ലേ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു പൈത്തൺ ചെയ്യാനായിട്ട്? ജൂപ്പിറ്റർ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ജൂപ്പിറ്റർ നോട്ട്ബുക്സ് ഉപയോഗിക്കുന്നുണ്ട്. കോലാബാണ്. കോലാബ് തന്നെ സ്റ്റാൻഡേർഡ് ചെയ്യുന്നതാണ് ജൂപ്പിറ്റർ. കോലാബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പൈത്തൺ എങ്ങനെ പഠിപ്പിക്കുന്നത് വരെ ഐ ടി ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാനാണ് ചെയ്യാറില്ല. വെറുതെ ടൈപ്പ് ചെയ്യിച്ചാൽ പൈത്തൺ പ്രോഗ്രാം എഴുതിപ്പിക്കും. അതിൽ പൈത്തൺ സ്ക്രിപ്റ്റ് പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാം. പക്ഷെ ദാറ്റ്സ് നോട്ട് ഈസി. നിങ്ങൾ ഓരോ തവണ തെറ്റിപ്പെടും തെറ്റും, ഓരോ തവണ തെറ്റും, ഓരോ കുറച്ചുകൂടെ ഒരു ബിഗർ സാധനം. യൂസ് എ ഫ്രെയിംവർക്ക് ലൈക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് പോലെയുള്ള ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏറ്റവും എളുപ്പവും. അതിന് പല വഴികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ എല്ലാം വിൻഡോസ് ആണുള്ളത്. വിൻഡോസ് ആണോ? വിൻഡോസ് ആണ് അല്ലേ? വേണ്ട. People can install, right? ചെയ്യില്ല. ചെയ്യാം. എക്സാമ്പിൾ പക്ഷെ മുമ്പ് നിങ്ങൾ നിങ്ങളൊരു എൻവയറമെന്റ് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിവ് കൊടുക്കണം. ഈ കൊലാബിലേക്ക് ഒരു പർപ്പസ് ചെയ്യാൻ ഫുൾ ടൈം നെറ്റ് വേണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പൈസ തരും. സോ വാട്ട് യു ക്യാൻ ഡു ഈസ് what I do there are never workers for expedition. ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു സാധനം അനക്കൊണ്ട പൈസ probably you can do that on your machine before less. So this is everyone ഈ അനക്കൊണ്ട പൈപ്പിന്റെ സൈഡ് എടുക്കുക. Email ഇത് maybe you can teach. You can download. ഞാൻ ചെയ്യുന്ന വഴി ഇതാണ്. ഈ അനക്കുള്ള പൈസ സെർച്ച് ചെയ്യാം. അനക്കുള്ള പൈസ സെർച്ച് ചെയ്യുമ്പോൾ you will get a site. അനക്കുള്ള പൈസ ഡിസ്ട്രിബ്യൂട്ട് സൈറ്റ് കിട്ടും. ഈ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് കിട്ടും. ഇവിടെ you can either give email or you can skip registration. Then you will get installed. This is available for Windows, Linux, or Mac OS. Whatever installation you have, you can install. Install ചെയ്യുക. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലോ ഞാൻ ലിനക്സ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് ആളോട്
മിനിമം ചെയ്യും അനക്കൊണ്ടാക്കി നിങ്ങളത് ചെയ്തു ചെയ്യുന്നു. തുറന്നാലേ മെനുമെന്റ് ക്ലിക്ക് ചെയ്താ അനക്കൊണ്ടാക്കി തുറന്നു വരും. തുറന്നു വരുന്നത് ഇങ്ങനെ ഒന്നായി ഇങ്ങനെ എടുത്താൽ ഓപ്പൺ ചെയ്തു. ഞാൻ ഇതിനൊരു അഡ്വാൻറ്റേജ് ട്രൈ ദാറ്റ് ഡൗൺലോഡ് ആവുന്നോ? യു ക്യാൻ ഡൗൺലോഡ് ദിസ് വൺ. ഡൗൺലോഡ് ആവുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഒരു പ്രോബ്ലം. സമയം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത്. മെയിലില്ല, സ്കിപ്പ് കൊടുത്താൽ മതി.
അതിനകത്ത് സ്കിപ്പ് കൊടുക്കാൻ വേണ്ടി മെയിൽ ഐ ഡി കൊടുക്കണ്ട. വൈഫൈയുടെ പാസ്വേഡ് ടെക് TECH TICF24. പോസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് പിന്നെ എന്താണ് പറയുന്നത്?